കരുതിയിരുന്നോണം, പൊടിപാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ജാമ്യം ആദ്യം നിഷേധിച്ചത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ പറഞ്ഞതിന് പ്രകാരം പ്രോസിക്യൂഷനാണ്. പിന്നീട് LIA കോടതിയിലേക്ക് മാറ്റിയതിന് പിന്നിലും അതേ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പ്രോസിക്യൂഷനാണ്. വിധി വായിക്കുകയാണെങ്കിൽ ഒരു തെളിവുമില്ലാത്ത ഒരു കേസിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടിയവർ പുറത്തു വരുമ്പോൾ നമ്മൾ അതിന് ക്രെഡിറ്റ് എടുക്കുന്നത് ശരിയാണോ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാക്കുകൾ മനോഹരമായി ചില്ലുകൂടാരത്തിലിരുന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണാജനകമാകാതിരിക്കില്ല എന്ന യാഥാർത്ഥ്യം ബഹുമാനായിട്ടുള്ള അങ്ങയോട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഒന്നും പറയാതിരിക്കാൻ ഞാൻ ചോദിച്ചോട്ടെ, 2021 ഇതേ സ്ഥലത്ത് 5 പള്ളിയിലച്ചന്മാരെ ജയിലിലേക്ക് 11 മാസം വിട്ടപ്പോ ഭരണഘടന ജയിലിലടക്കപ്പെട്ടതായിട്ട് അരുൺകുമാറിന് തോന്നിയില്ല? ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കടാ. മാധ്യമപ്രവർത്തന രംഗത്തുണ്ടായിരുന്നില്ലേ? 2022 തൃശ്ശൂരിൽ 2 കന്യാസ്ത്രീകൾക്കെതിരെ ഇതേ സംഭവം ഉണ്ടായി. വിചാരണ പോലും കൂടാതെ നിരുപാധികം വിട്ടയച്ചപ്പോ പിണറായി വിജയന്റെ പോലീസ് എടുത്തത് കേസ് അത് ഭരണഘടന ജയിലിലടക്കപ്പെട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല? എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല, അത് ഞാൻ പഠിച്ചിട്ടില്ല. BJP സർക്കാർ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് എടുക്കുന്ന സമയത്ത് BJPയുടെ അജണ്ട ഉണ്ടായി എന്ന് നിങ്ങൾ എന്തിനാണ് വ്യാജ വാർത്ത കൊടുത്തത്? ഈ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസുകളൊന്നും വ്യാജ വാർത്ത. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ എന്താ പറയുന്നത്? ഈ കേരളത്തിൽ ഒരു FIR ഇടുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ FIR ഇടുന്ന സമയത്ത് പിണറായി വിജയന് ആ FIR അനുസരിച്ചാണോ സംസാരിക്കുക, അതോ അവിടെ FIR ഇടുന്ന സമയത്ത് മുഖ്യമന്ത്രി അതിനപ്പുറത്ത് നിന്നാണ് സംസാരിക്കുക? 1968 മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡിൽ പാസ്സാക്കിയത് BJP ആണോ? അങ്ങ് അതിനൊന്ന് മറുപടി പറഞ്ഞത് വായിക്കാനൊക്കെ മുൻപ് അതിനൊരു തീരുമാനം അങ്ങേക്ക് അറിയാമല്ലോ അല്ലെ? 1968 മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കുന്ന സമയത്ത് BJP ആയിരുന്നോ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത്? BJP ഉണ്ടാക്കിയ നിയമമായിരുന്നോ? ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു പ്രയാസം ഉണ്ടായ സമയത്ത് അവിടെ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് നീതിന്യായ സംവിധാനമുള്ള സമയത്ത് സ്വാഭാവികമായിട്ടൊരു കേസ് എടുക്കുന്ന കേസിൽ നിരപരാധിയാണെങ്കിൽ നിയമപരമായി തന്നെ പുറത്തേക്ക് വരും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കേരളത്തിലും അങ്ങനെ സംഭവിച്ചു. ഇതേ ഛത്തീസ്ഗഡിലും 11 മാസത്തോളം പള്ളിയിൽ അച്ഛന്മാരെ പിടിച്ചിരുത്തി. അന്നൊന്നും ഭരണഘടന കൂട്ടിനകത്താണെന്ന് തോന്നാത്ത അരുൺകുമാറിന് ഇപ്പൊ തോന്നുന്നതാണ് അങ്ങയുടെ തലച്ചോറിനെ ഏറ്റിട്ടുള്ള രാഷ്ട്രീയ വിരോധം. ആരോട്? BJPയോട്. അതിന് വക്രീകരിച്ച് കാണിച്ചിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വിതച്ചു കൊയ്യാൻ വേണ്ടിയുള്ള ഒരു നിലം അങ്ങ് ഒരുക്കി കൊടുക്കുന്നു. അങ്ങ് മാത്രമല്ല, അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ എന്ന് പറയട്ടെ, പോയി ചത്തുടടാ. സംശയാസ്പദമായ സാഹചര്യത്തിലിട്ട ഒരു കേസിന് മുഖ്യമന്ത്രി എക്സ്പോസ്റ്റിൽ വന്ന് അത് എൻഡോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്പർ 2, ഇന്ന് ഛത്തീസ്ഗഡിലെ BJPയുടെ ഡിജിറ്റൽ പോസ്റ്റ് എന്താണ്? എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം. അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ കുറച്ച് മറുപടികൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാനുണ്ട്. ആ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അരുൺകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് സംസാരിക്കാനുണ്ട്. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അരുൺകുമാറിന്റെ ഒരു പോസ്റ്റ്. അരുൺകുമാർ പോക്സോ കേസിൽ ജാമ്യം എടുത്തോ? അങ്ങ് ഇന്റൻഷനിൽ ചെയ്ത പ്രവർത്തിയാണോ അത്? അങ്ങ് ഏതെങ്കിലും കുട്ടികൾക്ക് ദോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ച പ്രവർത്തിയായിരുന്നു? എന്തിനാ അങ്ങ് ജാമ്യം എടുക്കേണ്ടി വന്നത്? ഈ കേരളത്തില് പിണറായി ഭരണഘടന ജയിലിലായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇല്ലാത്ത കുറ്റം ആരോപിച്ച് എൻഡോഴ്സ് ചെയ്ത ഒരു പോസ്റ്റ് ഇട്ട് ആഘോഷിക്കുകയും അതിന്റെ പേരിൽ കോടതിയിൽ വന്ന് ആഘോഷം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഇതൊന്ന് കേൾക്ക് ചേട്ടാ. എന്ത് അടിസ്ഥാനത്തിലായിരുന്നു അരുൺകുമാർ ജാമ്യം എടുത്തത്? നിങ്ങൾ ഇന്റൻഷനിലായിരുന്നു ചെയ്തത്? നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു? കേരളത്തിലെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഞാൻ ചോദിച്ചോട്ടെ, സ്വാഭാവികമായിട്ട് എന്തിനായിരുന്നു നിരപരാധിയായി? അല്ലല്ല, ഞാൻ കൃത്യമായിട്ട് അങ്ങനെ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യത്തിൽ ഒരു വിഷയം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പോലീസ് എടുക്കുന്ന നടപടിയെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ നടപടിയുടെ വിഷയങ്ങൾ വലിയ വിഷയങ്ങളാക്കി കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എടുത്ത കാര്യങ്ങൾ പോലീസ് FIRന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രി പറയുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് കുറെ കാര്യങ്ങൾ പേഴ്സണലി അങ്ങ് പറഞ്ഞത് തന്നെയാണോ? This may be a mental step.
ചെറുപ്പം പോലെ ശീലിച്ചു പോയോണ്ട് പെട്ടെന്ന് മാറ്റാനും പറ്റുന്നില്ല. അല്ലല്ല, അതിന് വാദമുണ്ട്. താങ്കൾക്ക് ഇതിൽ വേണമെങ്കിൽ 30 സെക്കൻഡ്സ് അധികം നൽകാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് താങ്കളോട് സംസാരിക്കാനുണ്ട്. പക്ഷേ എനിക്ക് മറ്റെല്ലാ അതിഥികളെയും കേൾക്കണം. ഉല്ലാസ്, എനിക്ക് മറ്റെല്ലാ അതിഥികളെയും എനിക്ക് കേൾക്കണം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറുപടി ചോദ്യങ്ങളുണ്ട്. എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകാൻ സമയമില്ല. എനിക്ക് ഒട്ടേറെ ചോദ്യങ്ങൾ താങ്കളോട് തന്നെയുണ്ട്. അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്ന് അതിനകത്ത്. അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. അനൂപ് ആന്റണിയുടെ അനൂപടി എന്നും പറഞ്ഞുകൊണ്ട് വിദ്വാൻ എന്നൊരു പോസ്റ്റ്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കുമ്മനടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബഹുമാനനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനൂപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള നാണ് നിങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ സിസ്റ്ററിന്റെ സഹോദരന്റെ തോളിൽ റോജി എം ജോൺ കൈവച്ച് നിൽക്കുമ്പോ ആ റോജി എം ജോണിനെ എൻഡോഴ്സ് ചെയ്യുമ്പോ ഒരു തോളിൽ 2 കൈകൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു തോളിൽ 2 കൈകൾ വരുന്ന കാഴ്ച നാണമില്ലേ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? എന്നിട്ട് 12,000 കിലോമീറ്റർ ഓടിയത്രേ. 12,000 കിലോമീറ്റർ ഓടി എന്നാണോ ഈ പറയുന്നത്? എന്താണ് ഉല്ലാസ് ബാബു? ഉല്ലാസ് ബാബു, നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. അത് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒറ്റ കാര്യമേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളൂ. ഒരാളുടെ തോളിൽ ഒരാൾ കൈവച്ച് നിൽക്കുമ്പോൾ അയാളെ തന്റെ സഹോദരനെ വിളിച്ച് റോജി എം ജോണിന്റെ മാറത്ത് ചാരി നിൽക്കുമ്പോൾ അനൂപ് ആന്റണി എന്ന് പറയുന്ന BJPയുടെ നേതാവ് അയാളുടെ തോളിൽ കൈയിടാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപഹാസ്യമായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണാം. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ മനഃപൂർവ്വം അനൂപിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചതാണെന്ന് എനിക്കറിയാം. ഇത് താങ്കൾ മനഃപൂർവ്വം അനൂപ് ആന്റണിയുടെ ഈ ദൃശ്യങ്ങൾ എന്നെ കൊണ്ട് കാണിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് എനിക്കറിയാം. അല്ല, അതെനിക്കറിയാം. അല്ല, അത് ഉല്ലാസ് ബാബു വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല. ഉല്ലാസ് ബാബു എന്നെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണിപ്പിക്കുകയാണ്. ഉല്ലാസ് ബാബു എന്നെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണിപ്പിക്കുകയാണ്. അത് നിങ്ങൾ പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര സംഘർഷം അടിക്കുന്നില്ലാസ് ബാബു. അത് എന്റെ മേലേക്ക് വെച്ച് കയറ്റരുത്. ഒരു നിമിഷം അടിക്കുന്നില്ലാസ് ബാബു, ഒരു നിമിഷം. എനിക്ക് മറ്റതിലേക്ക് കൂടി പോകണം. അനൂപ് ആന്റണി അവിടെ എത്തുന്നതിന് മുൻപ് റോജി എം ജോണിന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ആ സഹോദരൻ കരയുന്ന കാഴ്ചയാണ് താങ്കൾ കാണുന്നത് ഉല്ലാസ് ബാബു. എന്നിട്ടൊരു നാണവും ഇല്ലാതെ ഒരു ഉടുപ്പും ഇല്ലാതെ അദ്ദേഹത്തിന്റെ തോളിൽ കൈയിടാൻ എങ്ങനെ തോന്നി അനൂപിന്? അതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ അനൂപിനെതിരെ എന്നെ കൊണ്ട് താങ്കൾ ചോദിപ്പിക്കുന്നതാണ്. ഇത് അനൂപ് ആന്റണിക്ക് ഗുണകരമായ ചോദ്യങ്ങളെന്ന് അനൂപ് ആന്റണിക്ക് അറിയാം. ഉല്ലാസ് ബാബു, ഒരു നിമിഷം. താങ്കൾ വെറുതെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കി ഈ ചർച്ച ആരംഭാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് CPM പ്രതിനിധിയിലേക്ക് പോകണം. ഇവിടെ യൂത്ത് ലീഗ്, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. ഒരാവേശം ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് പോയേ കയ്യിന്ന് പോയേ. എനിക്ക് ഇടവേളയുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം ഞാൻ സ്ത്രീകളെ അങ്ങേക്ക് വിമർശനം മറ്റൊരു വേദിയിൽ ഉന്നയിക്കാം. ഇത് അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയൂ. എന്തടിസ്ഥാനത്തിലാണ്? അല്ലല്ലോ, അങ്ങ് മാധ്യമ താങ്കൾ പറയിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാൻ പറയാം. പക്ഷേ അതല്ലാതെ അരുൺകുമാർ ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി അത് അനൂപടി തന്നെയാണ്. ഞാൻ ആ വാക്ക് ഞാൻ എൻഡോഴ്സ് ചെയ്തു. ഞാൻ ഇതുവരെ പരസ്യമായിട്ട് എൻഡോഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ എൻഡോഴ്സ് ചെയ്യിപ്പിക്കും. താങ്കൾക്ക് ആവശ്യം എനിക്കറിയാം. അത് എക്സാക്ട് ടേമിൽ അനൂപടി തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ആ സഹോദരന്റെ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരന്റെ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? അവർക്ക് ജാമ്യം കൊടുക്കുന്നത് പ്രോസിക്യൂഷനോട് പറഞ്ഞതാരാ? ആ കേസ് NIA കോടതിയിലേക്ക് മാറ്റിവെച്ചതാരാ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അഡ്വക്കേറ്റ് വിളിച്ചോ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു വിളിച്ചോ? എന്തും വിളിക്കാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്തും വിളിക്കാം. പക്ഷെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. അനൂപ് ആന്റണി പോയി തോളിൽ കൈയിട്ട സഹോദരന്റെ സഹോദരിയെ ജയിലിൽ അടച്ചത് ഏത് സർക്കാരിന്റെ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. പ്ലീസ്, ആ സഹോദരിക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പ്രോസിക്യൂഷനെ കൊണ്ട് പറയിപ്പിച്ചത് ഏത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ? ആ കേസിൽ NIA കോടതിയിലേക്ക് കേസ് വിടണമെന്ന് പറഞ്ഞത് ഏത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മറുപടി ഉണ്ടെങ്കിൽ പറയൂ.
മിസ്റ്റർ അരുണേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായിട്ട് ഈ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളോടും വിവരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ അവരോട് കാര്യം എടുത്തെടുത്ത് ചോദിച്ചല്ലോ. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഇടപെടലുകളും കുറവ് കാണിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഷോൺ ജോർജും അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് അയച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിട്ടും അവിടുത്തെ ആളുകളുമായിട്ടും ഒക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ബിജെപി അതിന് കോർഡിനേറ്റ് ചെയ്തതിന്റെ ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി ബിജെപി ആ കാര്യത്തിൽ ഉത്തരവാദിത്തപരമായി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ചൊറിഞ്ഞ അരുൺ, ഒരു രാഷ്ട്രീയമായ ഇടപെടൽ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു സമ്മതിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു സമ്മതിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, താങ്കൾക്ക് എന്നെ തെളിവ് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. താങ്കൾക്ക് പറയാം. ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ താങ്കൾ ഇത് ഉപയോഗിക്കുന്നത് അത്യന്തം ലജ്ജാകരമാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. ഛത്തീസ്ഗഡ് ബിജെപി ഇന്ന് രാവിലെ ഇട്ട ഡിജിറ്റൽ പോസ്റ്റിന്റെ അർത്ഥം പറയൂ. ഛത്തീസ്ഗഡ് താങ്കൾ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇത് താങ്കൾ കണ്ടു. താങ്കളുടെ ലക്ഷ്യം താങ്കൾ നിറവേറ്റി. അനൂപ് ആന്റണി അവഹേളിക്കുക എന്ന അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ ലക്ഷ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിറവേറ്റി. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ ലക്ഷ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിറവേറ്റിയിരിക്കുന്നു. എനിക്കതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. അത് താങ്കളുടെ പാർട്ടി പോയി ബോധിപ്പിച്ചാൽ മതി. എനിക്കറിയേണ്ട ചോദ്യം ഇതാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഈ രാജ്യത്തെ ഭരണഘടന ജയിലിലാക്കപ്പെടുമ്പോ, ഈ രാജ്യത്തെ 2 കന്യാസ്ത്രീകൾ ജയിലിലാക്കപ്പെടുമ്പോ അവരുടെ പേരിൽ ഇന്ന് ഛത്തീസ്ഗഡിലെ ബിജെപി ഇറക്കിയ ഡിജിറ്റൽ പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയൂ. പോക്സോ കേസിൽ താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ ചെയ്യാത്ത തെറ്റാണ്. താങ്കൾ ഇന്റൻഷനലി അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആ കേസിൽ കേസെടുത്ത സമയത്ത് ഭരണഘടന ജയിൽ പോയി എന്ന് തോന്നാത്ത തലച്ചോറിൽ ഇത് അങ്ങനെ തോന്നും. കാരണം അത് രാഷ്ട്രീയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനകത്ത് എന്താണ് ഇന്നത്തെ ഛത്തീസ്ഗഡ് ബിജെപി പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയൂ. അവരുടെ കീഴിൽ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. താങ്കൾ കണ്ടില്ലെങ്കിൽ കാണാം. നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയും. പ്രവർത്തനമുണ്ടോ അവിടെ? കാലം ഇത്രയായിട്ട് അവരാരെങ്കിലും ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇവിടെ ടി വി ഇല്ലെന്ന് ഞാൻ 56 തവണ നിങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ജെയ്സിനോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ടി വി മൊബൈൽ ഫോണിൽ നോക്കിയാൽ കാണാം. ഞാൻ തിരിച്ചു വരാം. അങ്ങ് മൊബൈൽ ഫോൺ എടുത്തു. ഞാൻ അയച്ചു തരാം. താങ്കൾ അത് കണ്ടിട്ടില്ലെങ്കിൽ, ഛത്തീസ്ഗഡ് ബിജെപിയുടെ പോസ്റ്റ് താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ അയച്ചു തരാം. ഉല്ലാസ് ബാബു ഒരു നിമിഷം അങ്ങ് തുടരണം. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കൂടി നമുക്ക് ഇപ്പോൾ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ് ബിജെപി. 12,000 കിലോമീറ്റർ ഓടിയ ഒരാൾ രാപ്പകലില്ലാതെ അധ്വാനം ചെയ്തുവെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ എത്തി ഈ സഹോദരിയുടെ, അതായത് ഈ കന്യാസ്ത്രീയുടെ സഹോദരന്റെ തോളിൽ കൈയിട്ട് ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ്. ഇവർ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോൾ ലജ്ജയില്ലേ എന്നതായിരുന്നു ചോദ്യം. പക്ഷെ അവർ പറയുന്ന മറുപടി നേരത്തെ ജാമ്യം കിട്ടുമായിരുന്നു, നിങ്ങൾ അവിടെ പ്രതിഷേധിക്കാതിരുന്നുവെങ്കിൽ. അരുൺകുമാറിന്റെ പോലെ നല്ല ഷർട്ടും ട്രൗസറും ഇട്ട് നുണ പറയുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഒന്നടങ്ങില്ല. അനൂപ് ആന്റണിയെ മാലയിട്ട് സ്വീകരിച്ച് ഷോളിട്ട് സ്വീകരിച്ചപ്പോൾ വിഷമം കൂട്ടം നിങ്ങൾ പറഞ്ഞത് എന്തിനാ ഇയാളെ സ്വീകരിക്കണം? അവർ മാലയിട്ടോ വെള്ളം കൊടുത്തിട്ടോ കോണകം കെട്ടിട്ടോ എങ്ങനെയോടെ സ്വീകരിച്ചു? താങ്കൾക്ക് എന്നത് കുഴപ്പമേ. ഞങ്ങളുടെ അനൂപ് ആന്റണിയെ കുറിച്ച് ഞങ്ങളുടെ കുമ്മനത്തെ അല്ല, കോണകോ എന്തിനാ അരുൺകുമാറിന് ചൊറിഞ്ഞേ? അരുൺകുമാർ ആരാണ്? ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കുമ്മനം രാജശേഖരനെയും അനാവശ്യമായി പറയാം. ഹൂ ആർ യു? നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നേ പറഞ്ഞിട്ടുള്ളൂ. അനാവശ്യമായി വലിഞ്ഞു കയറുന്ന ആളുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചു. എനിക്കറിയേണ്ട ഒരു കാര്യം താങ്കൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ? ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ താങ്കൾക്ക്? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇത് കേൾക്കൂ. താങ്കൾ കഴിഞ്ഞ 40 മിനിറ്റായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്നും താങ്കൾക്ക് പറയാനില്ലേ? ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ്
ഉല്ലാസ് ബാബു? പാർട്ടിയുടെ നേതാക്കന്മാർക്കില്ല. ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? ബിജെപി നേതൃത്വം അത് കേൾക്കില്ല. ഉല്ലാസ് ബാബു അത് കേൾക്കില്ല. ഛത്തീസ്ഗഡിലെ അഡ്വക്കേറ്റ് കോൺഗ്രസിൽ ഒളിച്ചു. കേട്ടിയോ? ഛത്തീസ്ഗഡിലെ കമ്മ്യൂണിസ്റ്റ് കിട്ടിയോ? പാർട്ടി മാളത്തിൽ ഒളിച്ചു. മാനവ തസ്കരും കെ ചരണോമയും ആരാണ് മാനവ തസ്കരും? ജനങ്ങളെ തമ്മി തല്ലിച്ചു. ആരാണ് മാനവ തസ്കരും? അരുൺകുമാർ എന്ന് പറയപ്പെടുന്ന താങ്കൾ ആരാണ് മാനവ തസ്കരും? ഇന്ന് ജാമ്യം കിട്ടിയതിനുള്ള വീർപ്പും ആരാണ് മാനവ തസ്കരും? ഫേസ്ബുക്കിലൂടെ കാണിച്ചത് അനൂപ് ആന്റണിയെ കാണുമ്പോ ചൊറിയണ്ട. ആരാണ് മാനവ തസ്കരും? കുമ്മനം രാജശേഖരനും ഹെഡ്സെറ്റ് ഊരി കളഞ്ഞിട്ടാണ് ഉല്ലാസ് ബാബുവിന്റെ പ്രകടനം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കാണൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കാണൂ. ഛത്തീസ്ഗഡിലെ ബിജെപി അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ചുള്ളൂ. ഹെഡ്സെറ്റ് ഊരി കളഞ്ഞ ആളുടെ ശബ്ദം പിന്നെ നമ്മൾ എന്തിനാ കേൾപ്പിക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ടും കൂടി കേൾക്കാൻ പറ്റണ്ടേ? ഇത് ബിജെപിയുടെ മൻ കി ബാത്ത് അല്ലല്ലോ. ഉല്ലാസ് ബാബുവിന്റെ മൻ കി ബാത്ത് അല്ല ഈ പരിപാടി. ഉല്ലാസ് ബാബുവിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉല്ലാസ് ബാബു, ഈ മാനവ തസ്കരും കെ ചരണോമയും കോൺഗ്രസ് പാർട്ടി ദാ പോയി. ആ ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.